ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. കാരണം തലേദിവസം രാത്രി 10 മണിയൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത് പിറ്റേ ദിവസം വരും ചെല്ലാമോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ട്രെയിനാണ് പോകുന്നത് കേട്ടോ. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. 4:30ക്കാണ് നമ്മുടെ ട്രെയിൻ. നമ്മളൊരു 3:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി 3:45 ആയപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ട്രെയിൻ ലേറ്റ് ആവുകയും ചെയ്ത്. ഇതാണ് നമ്മുടെ ട്രെയിനിനകത്താണ് നമ്മൾ പോകുന്നത്. നമ്മൾ കയറി സീറ്റൊക്കെ കിട്ടി. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു കേട്ടോ. കായലും അതേപോലെ തന്നെ നമ്മുടെ തുരുത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു ലേക്കും എല്ലാമായിട്ടും അടിപൊളിയായിരുന്നു. അത് പോകുന്ന വഴിക്ക് കണ്ടൽക്കാടും അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും 7 മണിയൊക്കെ ആയി. ഞങ്ങൾ ഡോറിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ ലൈറ്റും എല്ലാമായിട്ട് അടിപൊളിയായതുകൊണ്ട് ഡോറിൻ്റെ അവിടെ വന്നിരുന്ന് എല്ലാ കാഴ്ചകളും കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എത്താറായായിരുന്നു. അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ല റഷായിരുന്നു. അങ്ങനെ ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്ക് പെട്ട് നമ്മൾ 7:30 ആയപ്പോഴത്തേക്കാണ് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ ഓട്ടോയ്ക്കകത്തിൽ പോയി. ആരെ വിളിക്കാനാണ് പോകുന്നതെന്ന് നമ്മൾ ഇതുവരെയും പറഞ്ഞില്ലല്ലേ? പറയാം. ഞാൻ രതീഷോടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അലച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബസ്സും കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ വൊമിറ്റിങ് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിന് തന്നെ പോയത്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. നമ്മൾ നല്ല ഭംഗിയുണ്ട് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറേ സമയം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ടീ ഒക്കെ കുടിച്ച് നമ്മളിങ്ങനെ അവൾ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവളും കാണുമെന്നും പറഞ്ഞിരുന്നു. നമ്മൾ അവിടെ പോയി അവിടുത്തെ ബോർഡൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷാർജ ടു തിരുവനന്തപുരം നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇയാളാണ് വരുന്നത്, നമ്മുടെ ചേച്ചി കിങ്ങിണിയാണ് വരുന്നത്. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അവൾ വന്ന് സർപ്രൈസായിരുന്നു. വീട്ടിലാരും അറിഞ്ഞിട്ടില്ല വരുന്നത്. കാര്യം എമർജൻസിയും കൂടായിരുന്നു. ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് രാത്രി 12 മണിയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഇതൊക്കെ തപ്പി നടക്കുമായിരുന്നു, ഹോട്ടൽ തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്ന് 12:30 ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ വിശന്ന് പണ്ടാരം അടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ കറിയും ഷവർമ്മയായിരുന്നു കേട്ടോ. അപ്പം ഷവർമ്മയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടയും കറിയും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കാലിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഷവർമ്മ ഓർഡർ ചെയ്ത് കഴിക്കുവാണ്. പ്ലേറ്റെല്ലാം കാലിയായിരുന്നു. നമ്മൾ കഴിച്ച് എന്നെ അവിടെ നിന്ന് രതീഷും ചേച്ചിയും കൂടെ ട്രോളുമാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ കഴിച്ച് പുറത്തിറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ബ്രോസ്റ്റഡ് ചിക്കനൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരാൾക്കുള്ളതാണ് മേടിച്ചത്. നമ്മൾ 3 പേരും ഷെയർ ചെയ്ത് കഴിച്ച്. അവന് കഴിക്കാൻ കൊടുത്തിട്ട് അവന് വേണ്ട, അവൻ പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. അതാണ് അവൻ കുനിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല ചൂട് ബ്രോസ്റ്റഡ് ചിക്കനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടായത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുമായിരുന്നു ഇത് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ച് ഒരുപാട് കടകൾ നമ്മൾ തപ്പി നടന്നു കേട്ടോ. സമയം ഒരുപാടായില്ലായിരുന്നോ. അത് നമ്മൾ തപ്പി നടന്ന് 1 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ 1:15 ആയി. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ.